ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിഭജിയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിഭജിയുടെ ഫ്ളാറ്റിലെ ജോലിക്കാരെ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തു. നിതീഷിനെ ഉടൻ നാട്ടിലെത്തിച്ച് മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചു. അതേസമയം വിഭജിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്രത്യക്ഷമായതിലും പോലീസ് അന്വേഷണം നടത്തുന്നു. ജൂലൈ 9-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ വിഭജിക്കുകയും മരിച്ച നിലയിൽ കുഞ്ഞിനെയും കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് ഷാർജയിലെ ഫ്ളാറ്റിലെ ജോലിക്കാരിയെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ഭർത്താവ് നിതീഷിനെ നാട്ടിൽ വിളിച്ചു വരുത്തുന്നതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. നിതീഷിൽ നിന്നും വിശദമായ മൊഴി ഉടൻ രേഖപ്പെടുത്തും. നിതീഷിന്റെ പിതാവ്, സഹോദരി എന്നിവരുടെ മൊഴിയും എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഭർത്തൃപീഡനത്തെ തുടർന്ന് താൻ ആത്മഹത്യയാണെന്ന് കാണിച്ച വിഭജിക സാമൂഹ്യ മാധ്യമത്തിലിട്ട പോസ്റ്റും ഇതിനിടയിൽ അപ്രത്യക്ഷമായിരുന്നു. ഇതിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഭജികയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കും. വിഭജികയുടെ ലാപ്ടോപ്പ് ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.